ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട, ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ? നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയർ KSRTC ബസ് സ്റ്റാൻഡ്, പന്തളം. നമസ്കാരം. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയ സ്പെഷ്യൽ വള്ളസദ്യ നടന്നു. ഏറെ വിവാദങ്ങൾക്കും പള്ളിയുടെ സേവാ സംഘത്തിന്റെയും ആറന്മുള പൈതൃക ഗ്രാമ കർമ്മസമിതിയുടെയും പ്രതിഷേധത്തിനും ഇടയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയ സ്പെഷ്യൽ വള്ളസദ്യ നടന്നത്. ഞായറാഴ്ച 11:30 തന്നെ സ്പെഷ്യൽ വള്ളസദ്യകൾക്കായി കൂപ്പൺ വാങ്ങിയ ഏതാണ്ട് മുഴുവൻ ആളുകളും വള്ളസദ്യയ്ക്കായി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ ഊട്ടുപുരയിൽ എത്തിച്ചേർന്നിരുന്നു. പള്ളിയോട സേവാ സംഘത്തിന്റെ വള്ളസദ്യ കരാറുകാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഓമല്ലൂർ സ്വദേശിയായ കരാറുകാരനാണ് ദേവസ്വം ബോർഡ് സ്പെഷ്യൽ വള്ളസദ്യക്ക് കരാർ നൽകിയിരുന്നത്. 4 പള്ളിയോടങ്ങൾക്ക് വഴിപാട് വള്ളസദ്യകളും KSRTCയുടെ 8 വള്ളസദ്യകളും ഉണ്ടായിരുന്നതിനാൽ തന്നെ ക്ഷേത്രത്തിൽ ഏറെ തിരക്കും അനുഭവപ്പെട്ടിരുന്നു. ദേവസ്വം ബോർഡിന്റെ തെറ്റായ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പള്ളിയുടെ സേവാ സംഘം പ്രവർത്തകരും ആറന്മുള പൈതൃക ഗ്രാമസമിതി പ്രവർത്തകരും ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ ഒത്തുകൂടി. വഞ്ചിപ്പാട്ട് പാടി 18-ാം പടി കയറി ക്ഷേത്രത്തിന് വലം വെച്ച് ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിലെത്തി ഹർജി സമർപ്പിച്ചു. ഒരു കാരണവശാലും തുടരുന്നത് അന്ന് ബോർഡിലും ഇവിടെ അടിക്കുന്നു. അന്വേഷണവും യാതൊരു പ്രകോപനമില്ലാതെ കൊണ്ടുപോകണം. അത് ആവശ്യപ്പെടുന്നതാണ്. ദയവ് ചെയ്ത് ഇവിടെ അറിയിക്കാൻ പറയും. രേഖാമൂലം അറിയിക്കാൻ ചെയ്തിട്ടുണ്ട്. രേഖാമൂലം തന്നെ അറിയിക്കുന്നതായിരിക്കും. ഓഫീസിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ഹർജി നൽകിയ ശേഷം ഇത്തവണ പ്രതീകാത്മകമായ പ്രതിഷേധമാണ് നടത്തുന്നതെന്നും കൂടിയാലോചനകളില്ലാതെ സ്പെഷ്യൽ വള്ളസദ്യകൾ തുടരുതെന്നും പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് KV സാംബദേവൻ ആവശ്യപ്പെട്ടു. ഹർജി ദേവസ്വം പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതോടെ പള്ളിയോട സേവാ സംഘം പ്രവർത്തകർ മടങ്ങിപ്പോയി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട DSP R ആനന്ദിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. ഇനി അടുത്ത മാസം 3 ഒരു സ്പെഷ്യൽ വള്ളസദ്യയ്ക്ക് കൂടി ദേവസ്വം ബോർഡ് പാസ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവല്ല.